ഹലോ, വെൽക്കം ടു എപ്പിസോഡ് 0 ഓഫ് അവർ പോഡ്കാസ്റ്റ് തലതിരിഞ്ഞ തോട്ട്സ് ഓർ ഇൻവേർട്ടഡ് തോട്ട്സ്. ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾ ഓർത്ത് കാണും എന്ത് ദുരുദ്ദേശമായിട്ടാണ് പുതിയൊരുത്തം വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ ഉദ്ദേശങ്ങൾ എന്നൊക്കെ. ഫസ്റ്റായിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് സീരീസ്, എന്താണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഞാൻ അത്യാവശ്യം കണ്ടൻസൊക്കെ കൺസ്യൂം ചെയ്യുന്ന ഒരാളാണ്. ബുക്സ് വായിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ തപ്പി നടക്കുന്ന ഒരു കൈൻഡ് ഓഫ് മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് തപ്പം നമ്മളെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊക്കെ ഇനീഷ്യലി മലയാളത്തിൽ കേട്ടാലേ മനസ്സിലാവത്തുള്ളായിരുന്നു. ഒരു കാര്യത്തെക്കുറിച്ച് ഡെപ്തിൽ മനസ്സിലാണെങ്കിൽ മലയാളത്തിൽ കേട്ടുമ്പോൾ എനിക്ക് എളുപ്പത്തിൽ മനസ്സിലാവുമായിരുന്നു. അപ്പോൾ അങ്ങനെ മലയാളത്തിൽ കണ്ടൻറ് സെർച്ച് ചെയ്യുമ്പോൾ ഉള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ മലയാളത്തിൽ ഇങ്ങനത്തെ കണ്ടൻസ് നല്ല കുറവാണ്. റീസെൻ്റ്ലി ആണ് അത്യാവശ്യം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസൊക്കെ വന്നു തുടങ്ങിയത്. അതിനു മുമ്പ് വരെ ഭയങ്കര ഒരു ബേസ് ലെവലിൽ നിൽക്കുന്ന കണ്ടൻസ് ആയിരുന്നു കൂടുതൽ. അങ്ങനത്തെ ഒരു കണ്ടൻസിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറേ ഇൻഫർമേഷൻ ഓവർലോഡാണ്. ഇൻഫർമേഷൻ ഓവർലോഡ് ഇൻ ദ സെൻസ്, നമ്മൾ റീൽസിലൂടെ ഇൻഫർമേഷൻ അറിയുന്നുണ്ട്, സ്കൂളിൽ നിന്ന് ഇൻഫർമേഷൻ അറിയുന്നുണ്ട്, എല്ലായിടത്തും നിന്ന് കുറേ ഇൻഫർമേഷൻ ഉണ്ട്. ഈ ഇൻഫർമേഷൻ തട്ടി നടക്കാനും വയ്യ. പക്ഷേ നമുക്ക് ഇത് ലൈഫിലോട്ട് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ഓർത്തിരിക്കാനോ അല്ലെങ്കിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാൻ ഒരു ആക്ഷനബിൾ അഡ്വൈസസ് ഭയങ്കര കുറവാണ്. ആ ഒരു ബ്രിഡ്ജ് ഇന്ത്യയിൽ തന്നെ നല്ലപോലെ ഉണ്ട്. അത് മാത്രമല്ല, അങ്ങനത്തെ കണ്ടൻസ് കൊണ്ട് ശരിക്കും പറഞ്ഞ ഉപകാരമുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞപ്പോൾ, ഞാൻ ഈ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന ഈ ഒരു ജേർണിയിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനത്തെ കണ്ടൻസ് ഇട്ടിട്ടേ കാര്യമുള്ളൂ. അത് മിക്കവാറും ഈ ബുക്സിലും അല്ലെങ്കിൽ ബ്ലോഗ്സിലും കുറച്ച് മെനക്കെട്ടാൻ കിട്ടുന്ന രീതിക്ക് അതുള്ളൂ. അതിപ്പോൾ ഞാൻ ഈ ഒരു രീതി തന്നാൽ പോലും അതിന് നല്ലപോലെ ഗ്യാപ്പുണ്ട്. എന്നാലും അങ്ങനത്തെ കണ്ടൻസും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ആക്ഷനബിൾ സ്റ്റെപ്സും കുറച്ച് ചാലഞ്ചസും അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു പോഡ്കാസ്റ്റുകൾ നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ഇപ്പോൾ എന്താണെങ്കിലും ഞാനൊരു ഓണ്ടർപ്രണർഷിപ്പ് ജേർണിയിലാണ്. അപ്പോൾ ഞാൻ ഓർത്തു, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് എനിക്ക് പറ്റുന്ന രീതിക്ക് കുറച്ച് ഫണ്ണായിട്ട് ഈ ഒരു വൈബ് കേൾക്കാൻ പറ്റുന്ന രീതിക്ക് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം എന്നൊരു തോട്ടിൽ ഇങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ജേർണിയുടെ ഒരു സ്റ്റാർട്ടിങ്. ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന പലർക്കും ഇതിലും നല്ലൊരു പോയിന്റ് ഓഫ് വ്യൂ ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ആ ഒരു ഡിസ്കഷനാണ് ഞാൻ ശരിക്കും ഇതിൽ നിന്നൊരു ഔട്ട്കമായിട്ട് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ഡിസ്കഷൻ ഒരു കമ്മ്യൂണിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ വരെ ചിന്തിക്കാം. അപ്പം അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ പ്രതീക്ഷിക്കുന്നത് അതാണ്, എൻ്റെ ഉദ്ദേശങ്ങളും അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ട്രജക്ടറി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാനിത് സ്പോട്ടിഫൈയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ എവിടെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അവിടെ നിന്ന് നിങ്ങൾ കൺസ്യൂം ചെയ്താൽ, പക്ഷേ ആ ഡിസ്കഷൻ്റെ കാര്യം പറ്റുവാണെങ്കിൽ പരിഗണിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട കണ്ടൻസ് ഷെയർ ചെയ്യുക. ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നുന്ന കണ്ടൻസ് നിങ്ങൾ ഉറപ്പായിട്ട് മെൻഷൻ ചെയ്യുക. നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം, ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാം, കണ്ടൻസ് ചെയ്യാനും നോക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ കാണാം. മേക്ക് ഷുവർ അടുത്ത എപ്പിസോഡ് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. നിങ്ങൾ അത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. സീ യു.